ദശരഥ രാജാവിന്റെ ശാപവും മരണവും. അയോധ്യയിൽ തിരിച്ചെത്തിയ സുമന്ത്രൻ രാമലക്ഷ്മണന്മാരുടെ അവസ്ഥ ദശരഥനെ ഉണർത്തിച്ചു. കൈകേയിയുടെ ചതിയും താൻ മകനോട് ചെയ്ത ചെയ്തികളും മനോവിഷണ്ണനായ ദശരഥൻ കൗസല്യയോടും സുമിത്രയോടും പദം പറഞ്ഞു കരഞ്ഞു. ഈ സമയത്താണ് ദശരഥൻ തനിക്ക് പണ്ടേറ്റ മുനിശാപത്തിനെ കുറിച്ച് പത്നിമാരെ അറിയിച്ചത്. പണ്ട് അസ്ത്രവിദ്യയിൽ അസാമാന്യമായ കഴിവ് നേടിയ ദശരഥന് ശബ്ദമുളവായ ഇടത്തേക്ക് ഉന്നം വെച്ച് അസ്ത്രമയക്കാനുള്ള കഴിവ് ലഭിച്ചിരുന്നു. ഒരിക്കൽ കാട്ടിൽ നായാട്ട് നടത്തുമ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം ശബ്ദം കേട്ടിടത്തേക്ക് വില്ല് കുലച്ച് അസ്ത്രം തൊടുത്തു. ആനയുടെ രോദനം കേൾക്കാൻ തുനിഞ്ഞ ദശരഥൻ ഒരു മനുഷ്യന്റെ ദീനരോദനമാണ് കേട്ടത്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തിയ അദ്ദേഹം കണ്ടത് തന്റെ അസ്ത്രമേറ്റ് പ്രാണവേദനയാൽ പിടയുന്ന ശ്രാവണൻ എന്ന മുനികുമാരനെയാണ്. തന്റെ അന്ധരായ മാതാപിതാക്കൾക്ക് ആരുമില്ലല്ലോ എന്ന് വിലപിച്ച ആ മുനികുമാരൻ അന്ത്യശ്വാസം വലിച്ചു. ദശരഥൻ അന്ധരായ വൃദ്ധ ദമ്പതികളെ ചെന്നു കണ്ടു. ശ്രാവണൻ വെള്ളം കൊണ്ടുവരാൻ വൈകിയതെന്തേ എന്നവർ ചോദിച്ചപ്പോൾ ദശരഥൻ സംഭവങ്ങളെല്ലാം വിവരിച്ചു. പുത്രവിയോഗത്തിന് പുറമെ ഇനി തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന ദുഃഖത്താലും മകന്റെ ചിതയിൽ അവരും ജീവിതം അവസാനിപ്പിച്ചു. കുറ്റം ചെയ്തത് രാജാവാണെങ്കിൽ തന്നെയും പുത്രശോകത്താൽ നീ മരിക്കുമാറാകട്ടെ എന്ന് അവർ ദശരഥനെ ശപിക്കുകയും ചെയ്തു. ഇന്നെനിക്ക് ഈ അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ദശരഥൻ തുടർന്നു. എന്റെ രാമലക്ഷ്മണ സീതയുടെ വിയോഗത്തിൽ എനിക്ക് മനസ്സു നീറുന്നു. പുത്രദുഃഖത്താൽ എനിക്ക് എന്റെ ശരീരം തളരുന്നു. കൗസല്യ സുമിത്ര പത്നിമാർ സങ്കടത്തോടെ രാജാവിനെ ആശ്വസിപ്പിച്ചു. പക്ഷേ പുത്രദുഃഖത്താൽ ദശരഥൻ മരണം വരിച്ചു. മുനിശാപം നടപ്പാക്കുകയും ചെയ്തു.